ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ മുമ്പ് ഒരു സൺസ്ക്രീനിൻ്റെ വീഡിയോ ഇട്ടതിൽ പറഞ്ഞിരുന്നു നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരു മോയ്സ്ചറൈസർ ആയാലും ഒരു ക്ലെൻസർ ആണെങ്കിൽ പോലും നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്നതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഡ്രൈ സ്കിൻ ഉണ്ട്, ഓയിലി സ്കിൻ ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള സ്കിൻ ടൈപ്സ് ഉണ്ട്. ആ ഒരു വീഡിയോ ആണ് കേട്ടോ അത്. പലർക്കും ഇപ്പോഴും പലരുടെയും സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വെച്ച് ലേഖടിപ്പിക്കാതെ വേഗം വീഡിയോയിലേക്ക് പോവാം. ഹലോ, ഇപ്പോഴും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ സ്കിന്നിനെ 5 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, ദെൻ നോർമൽ സ്കിൻ. അപ്പം നമ്മുടെ ഫേസിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, T സോണും U സോണും. അപ്പോൾ ഈ കാണുന്നതാണ് T സോണും U സോണും. ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, നല്ലൊരു ഫേസ് വാഷോ ക്ലെൻസറോ ഇട്ടിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ 1 മണിക്കൂറിന് പ്രത്യേകിച്ച് ഫേസിലൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങളുടെ ഫേസിൽ ഈ T സോണിൽ ഓയിലി ആയിട്ടും U സോണിൽ ഡ്രൈ ആയിട്ടുമാണ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ. അതല്ല, നിങ്ങളുടെ ഫേസ് ഓവറോൾ ഫേസ് ഓയിലി ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഓയിലി സ്കിൻ ടൈപ്പാണെന്ന് അർത്ഥം. അതുമല്ല, നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്. ഇനി നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിലോ, നിങ്ങൾക്ക് ഇച്ചിങ്, റാഷസ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രോഡക്റ്റ് എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലർജിറ്റിക് പ്രോബ്ലം ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് ആണ്. ഇനി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോർമൽ ആണെങ്കിലോ, നിങ്ങൾക്ക് ചൂടുള്ള സമയത്ത് ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ഇനിയിപ്പോൾ തണുപ്പൊക്കെ ആകുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നോർമലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് വരുന്നത്. ഇനിയും ഇതൊന്നും അറിയാതെ ഇരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനിയും ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.